വിഴിഞ്ഞത്തെ അദാനി ഓഹരി വിൽപ്പനയിൽ UDF സർക്കാർ നടപടികൾ അദാനി ഗ്രൂപ്പിനെ സഹായിക്കാനെന്ന ആരോപണം ശക്തം. തൂത്തുക്കുടി തുറമുഖത്തിൽ ഓഹരിയുള്ള MSC കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിറ്റതിൽ ഗുരുതര കരാർ ലംഘനമുണ്ടെന്നും ആക്ഷേപം. അദാനി ഗ്രൂപ്പിനെതിരെ കമ്പനി രജിസ്ട്രാർക്ക് പരാതി നൽകുവാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കരാറിന്റെ 5.9 പ്രകാരം 250 കിലോമീറ്റർ അടുത്തുള്ള തുറമുഖങ്ങളുടെ ഷെയറുള്ള സ്ഥാപനങ്ങൾക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഷെയർ വിൽക്കാൻ പാടില്ല എന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് 185 കിലോമീറ്റർ മാത്രം അകലെയുള്ള തൂത്തുക്കുടി തുറമുഖത്തിന്റെ കണ്ടെയ്നർ ടെർമിനൽ MSC കമ്പനി നടത്തുകയാണ്. തൂത്തുക്കുടിയിൽ ഷെയറുള്ള MSC കമ്പനിക്ക് വിഴിഞ്ഞത്തെ 49% ഓഹരി വിൽക്കാനുള്ള തീരുമാനം കരാറിന്റെ വ്യക്തമായ ലംഘനമാണ്. അതുമാത്രവുമല്ല, സർക്കാരിനെ അറിയിക്കാതെ ഓഹരി വിൽക്കാനുള്ള അദാനി കമ്പനിയുടെ തീരുമാനത്തിനെതിരെ സംസ്ഥാന സർക്കാരിന് നിയമ നടപടി സ്വീകരിക്കാം. ഓഹരി കമ്പോളത്തിൽ ലിസ്റ്റ് ചെയ്ത സ്ഥാപനമെന്ന നിലയിൽ അദാനി ഗ്രൂപ്പിനെതിരായ പരാതി കമ്പനി രജിസ്ട്രാർക്ക് നൽകാവുന്നതാണ്. എന്നാൽ UDF സർക്കാർ അത് ചെയ്തിട്ടില്ല. ഈ കാര്യത്തിൽ ഇനി എന്ത് നിയമ നടപടി സ്വീകരിക്കാമെന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടുകയും സർക്കാരിന് അടിയന്തര നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാം. എന്നാൽ VD സതീശൻ സർക്കാർ അതിനു മുതിരാതെ ഒരു എംപവേർഡ് കമ്മിറ്റി എന്ന ഉദ്യോഗസ്ഥ സംവിധാനം രൂപപ്പെടുത്തുകയും നടപടികൾ നീട്ടിക്കൊണ്ടു പോവുകയുമാണ്. തുറമുഖം, ധനകാര്യം, നിയമം എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ് കൈവശം വെച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട 3 പ്രധാന വകുപ്പുകളും മുഖ്യമന്ത്രിയുടെ കൈവശമാണ്. എന്നിട്ടും വേണ്ട രീതിയിൽ വിഷയത്തിൽ ഇടപെടാനും നിയമ നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. അദാനി ഗ്രൂപ്പിനെ സഹായിക്കാനുള്ള നീക്കങ്ങൾ മുഖ്യമന്ത്രി തന്നെ നടത്തുന്നോ എന്ന സംശയത്തെ ബലപ്പെടുത്തുന്നതാണ് VD സതീശന്റെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.